ഇലച്ചെടികളുടെ കൂട്ടത്തിൽ ഒരു സുന്ദരി ചെടി എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ സ്പൈഡർ പ്ലാന്റ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്പൈഡർ പ്ലാന്റിനെ കുറിച്ചാണ്. നമുക്ക് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. നോക്കി എത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ നിൽപ്പം നോക്കി. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. വേഗത്തിൽ പിടിച്ചു കിട്ടും. ഇതിൻ്റെ 3-4 വെറൈറ്റി പ്ലാന്റുകളുണ്ട്. കണ്ടോ, ഇത് അതിൻ്റെ വേറൊരു പ്ലാന്റാണ്, സ്പൈഡർ പ്ലാന്റിന് തന്നെ. കണ്ടോ, ഇതിനെ നമുക്ക് പിന്നെ ഇതുപോലെ ചട്ടിയിൽ നമുക്ക് വളർത്താം, അതുപോലെ നിലത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും, വെള്ളത്തിൽ വെച്ച് വളർത്താം, ഇൻഡോറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും, വേർട്ടിക്കൽ ഗാർഡന് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ പല വിധത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ഇതിനെ നമ്മുടെ വീടിനെ അലങ്കരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനെ അലങ്കരിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ സ്പൈഡർ പ്ലാന്റ്. നോക്കിയേ, നമുക്ക് ഈ പ്ലാന്റിനെ ഉണ്ടല്ലോ എൻട്രൻസിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്, ബോർഡറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. അത് നിലത്തും നമുക്ക് വളർത്താം, അതുപോലെ ചട്ടിയിലും വളർത്താം. നിലത്താണെങ്കിലും നമ്മളിങ്ങനെ ഒരു ബോർഡർ ലൈൻ പോലെ കൊടുത്താൽ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണേ. ആരെയും കൂസാതെ നിൽക്കുന്ന അതിൻ്റെ ഒരു നിൽപ്പും ഭാവവും കണ്ടോ, എത്ര ഭംഗിയാന്ന് നോക്കി. വേർട്ടിക്കലായിട്ട് നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, വേർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. ഇതിന് സൺലൈറ്റ്, വലിയ സൺലൈറ്റ് ഒന്നും വേണ്ട. കുറച്ച് ഒരു മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വരുന്നൊരു സൺലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സൺലൈറ്റ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അത് കിട്ടിയാൽ മതി. സൺലൈറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇതേ കണ്ടോ, ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ്, ഇവിടെ ഒരു ചെറിയ സൺലൈറ്റ് അടിക്കുന്ന സൈഡിലാണ് ഇരിക്കുന്നത്, എന്നാൽ ഒത്തിരിയൊന്നുമില്ല. എന്നിട്ട് തന്നെ അതിൻ്റെ ഇലകൾ കണ്ടോ ഇതുപോലെ യെല്ലോയിഷ് കളറായിട്ട് വന്നിട്ട് പിന്നെ അത് കുറേയൊക്കെ കരിയും. നല്ല വലിയ സൺലൈറ്റ് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് അതിങ്ങനെയൊക്കെ നിന്ന് പോകുന്നത്. കണ്ടോ, നമുക്ക് സെമി ഇൻഡോറായിട്ടൊക്കെ വളർത്താം. അതുപോലെ നമുക്ക് ഇൻഡോറിൽ ഗ്ലാസ്സൊക്കെ ഇടുന്നവരുണ്ടല്ലോ, അവിടെ നമുക്ക് വേർട്ടിക്കൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. നല്ല ചൂട് സമയത്ത് ഇതിൽ പൂക്കളുണ്ടാവുമേ. കണ്ടോ, അതിൻ്റെ ആ പൂവിൻ്റെ ഒരു സ്പൈക്കാണ് ഈ വന്ന് നിൽക്കുന്നത്, പൂവാകാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയ വൈറ്റ് കളറിലെ പൂക്കൾ ഇതിലുണ്ടാവും. പൂക്കളെക്കാട്ടി ഭംഗിയാണ് ഇതിന് പൂക്കളില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഇലകളാണല്ലോ ഇതിൻ്റെ ഭംഗി. നോക്കിയേ, ഇത്ര മനോഹരമായിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2-3 ടൈപ്പുണ്ട്, 3-4 ടൈപ്പുണ്ട്. അപ്പം ചില അതിൽ നിന്ന് വിത്ത് അതിൽ നിന്ന് തന്നെ പൊട്ടി ഇങ്ങനെ ഹാങ് ആയിട്ട് തന്നെ ഇങ്ങനെ കിടക്കും, അതിൽ നിന്ന് തന്നെ. അപ്പോൾ അത് അടർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ തൈ ഇങ്ങനെ വരുമേ. അപ്പോൾ ആ തൈ അടർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ബുഷായിട്ട് വളരും. ഇതുപോലെ ചെറിയ കുടത്തിലൊക്കെ വളർത്താൻ, കണ്ടോ, നല്ല അടിപൊളിയല്ലേ. കുടത്തിലൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിനെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിൻ്റെ സീഡുണ്ട്. ഇതിൻ്റെ കണ്ടോ, ഇതിനെ ഇപ്പോൾ ഞാൻ ഒരു ചട്ടിയിലിരുന്ന വലിയൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ കേട്ടോ, ഇതിൻ്റെ സീഡ് കണ്ടോ, ഇത് ഫുള്ള് സീഡാണേ. അപ്പോൾ ഈ കിഴങ്ങെന്ന് പറയാൻ പറ്റും. ഇത് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈ കിഴങ്ങ് മാത്രമായിട്ട് നമ്മൾ കുഴിച്ചിട്ടാലും ഉണ്ടല്ലോ ഇതിൻ്റെ തൈ കിളിച്ചു വരും. ഒരു ചട്ടിയിൽ ഇപ്പോൾ നമ്മൾ കുറേ ഇതുപോലെയുള്ള കിഴങ്ങുകൾ മാറ്റി വെച്ചാൽ ഉണ്ടല്ലോ, അത് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് ചട്ടി നിറച്ച് ചെടിയായിട്ട് വളർന്നു വരും. ഇതുപോലെ നമുക്ക് ഇതുപോലെ അടർത്തിയെടുത്തിട്ട് നമുക്ക് കുറച്ച് അടർത്തിയെടുത്ത് നമുക്ക് മാറ്റി പിടിപ്പിക്കാൻ പറ്റുമേ. അപ്പോൾ ഈ സീഡും കൂടെ ചേർത്ത് നമുക്ക് എടുക്കണം. ഇങ്ങനെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റി ഒക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ കണ്ടോ, ഇതുപോലെ എടുത്താൽ മതി. എടുത്തിട്ട് നമ്മൾ ഈ സീഡും കൂടെ ചേർത്ത് നമ്മൾ ഇപ്പം ഓരോ സെക്ഷനായിട്ട് അടർത്തിയെടുത്തിട്ട് നമ്മൾ പല ചട്ടിയിലായിട്ട് നമുക്ക് മാറ്റി നടാം. അങ്ങനെ നമുക്കൊരു ചെറിയൊരു പ്ലാന്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇത് ഒരുപാടായിട്ട് അങ്ങ് നന്നായിട്ട് നിറഞ്ഞ ബുഷായിട്ട് ഇത് ചട്ടിയിൽ വളർന്നു വരുന്നൊരു പ്ലാന്റാണേ. കണ്ടോ, ഇപ്പം ഞാൻ ഇതിനെ 2ആയിട്ട് ആക്കിയേക്കുവാണേ. കണ്ടോ, 2 ഭാഗമായിട്ടാക്കി. ഇതിനിപ്പോൾ നമുക്കിനി എത്ര ഭാഗം വേണം, നമുക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ അത്രയും പ്ലാന്റായിട്ട് നമുക്ക് മാറ്റി ഇതുപോലെ അടർത്തിയെടുക്കാം. അത് ആ കിഴങ്ങും കൂടെ ചേർത്ത് വേണം നമ്മൾ അടർത്തിയെടുക്കാനേ. കണ്ടോ, ഇതുപോലെ ആണ് ഇത് കണ്ടോ, ഇതുപോലെ പിന്നെ ഇങ്ങനെ തൈ മുളച്ച് ഇങ്ങനെ ഹാങ് ആയിട്ട് ഇങ്ങനെ വരുമേ. അപ്പോൾ ഇത് കൊണ്ട് കുഴിച്ച് വെച്ചാൽ നമുക്ക് പുതിയൊരു ചെടിയായിട്ട് ഇത്
വളർത്തിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ തൂങ്ങി വളർന്നു വരും. ഇതിനെ നമുക്ക് കുഴിച്ച് വെക്കണമെങ്കിൽ പോലുമേ ചരലി ചേർന്ന മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട ഈ ചെടിക്ക്. നമ്മളിതിനെ ഇങ്ങനെ അടർത്തിയെടുക്കണമെങ്കിൽ മുകളിൽ ഇത് ചെടിയെ പിടിച്ച് വലിക്കാതെ നമ്മൾ ഈ അടിയിൽ നിന്ന് അടർത്തണം. ഇങ്ങനെ ഒന്ന് ഇത് കൊടുത്താൽ മതി, ഒന്ന് ഫോഴ്സ് കൊടുത്താൽ മതിയേ. ഇവിടുന്ന് തന്നെ ഇത് നമുക്ക് അടർന്ന് കിട്ടുമേ. അങ്ങനെ അടർത്തി മാറ്റിയാൽ നമുക്ക് ഈ കിഴങ്ങ് ഉൾപ്പെടെ നമുക്ക് കിട്ടും. അതിനെ നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് നിലത്തോട്ട് ഇതുപോലെ കുറച്ച് പ്ലാന്റ് എടുത്ത് നമുക്കിതുപോലെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ മണ്ണിൽ വെക്കാനാണെങ്കിൽ മണ്ണിൽ ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ബോർഡറായിട്ട് ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റുമേ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുമെന്നുള്ളതാണേ. കണ്ടോ, ഇതുപോലെ നമുക്ക് നിലത്ത് ബോർഡറായിട്ട് നമുക്ക് വീടിൻ്റെ എൻട്രൻസിലൊക്കെ ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് നിലത്തും ഇതിനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള ചെറിയ കുടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പെയിൻ്റൊക്കെ കൊടുത്തിട്ട് അതിൽ നമുക്ക് വളർത്താൻ പറ്റുമേ. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഇതിൻ്റെ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ കണ്ടോ എന്നിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ മതി. നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇങ്ങനെ. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത മണ്ണിലോട്ട് ഇത് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. നോക്കിയേ, നല്ല ഭംഗിയില്ലേ? കണ്ടോ, നമ്മുടെ ഗാർഡനൊക്കെ അലങ്കരിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ സ്പൈഡർ പ്ലാന്റ്. നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റ് കിഴങ്ങ് കണ്ടോ, ഈ കിഴങ്ങുകളെല്ലാം കൂടെ നമ്മൾ ഒരു ചട്ടിയിലോട്ടോ ഗ്രോ ബാഗിലോ വെച്ചിട്ട് മണ്ണിട്ടാൽ മതിയേ. അപ്പോൾ അതാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ കിളിച്ചു വരും. കണ്ടോ, ചെറിയ കിഴങ്ങുകൾ. അതിന് തന്നെ വേറൊരു പ്ലാന്റാണ് കണ്ടോ, ഇതിന് ഇച്ചിരും കൂടെ നീണ്ടു വളർന്നു വരുന്നൊരു പ്ലാന്റാണേ. കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട്. പച്ചയും വൈറ്റും കൂടെ ഉള്ള ഒരു ലൈൻസായിട്ടാണ് ഇത് പോയേക്കുന്നത്. ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും. അതാണ്. പിന്നെ വലിയ കെയറിങ് ഒന്നും വേണ്ട. നമുക്ക് സമയക്കുറവുള്ളവർക്ക് പോലും വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ സ്പൈഡർ പ്ലാന്റ്. കാഴ്ചയ്ക്ക് നല്ല അടിപൊളിയാണ്. ഗാർഡൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റ് കൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ. അത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് വെക്കാം. നമ്മൾ ഏതൊരു പാത്രത്തിൽ വെച്ചാലും നല്ല ഭംഗിയുള്ളൊരു പോട്ടിൽ വെക്കുവാണെങ്കിൽ അത് ഭംഗിയായിരിക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇൻഡോറായിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ചും വളർത്താം, അല്ലാതെ നമുക്ക് വളർത്താമേ. ചെറിയൊരു ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മതി. പിന്നെ ഞാനിവിടെ ചെയ്യാറുള്ളത് മറ്റ് ചെടികൾക്കൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ 19 ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല. ഇതുപോലെ ഒരു കുഞ്ഞു പോട്ടിൽ പോലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. കണ്ടോ, ചെറിയൊരു പോട്ടിലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണേ. അപ്പോൾ ഇതിന് കുറച്ച് പ്രകാശം കിട്ടിയാൽ മതി. സൺലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം വെള്ളമാണെങ്കിലും നമുക്ക് രാവിലെയും വൈകിട്ടും നനച്ചു കൊടുത്താലും നല്ലതാണ് ഈ ചൂടിനെ. അപ്പോൾ ഈ പ്ലാന്റ് ഇതുപോലെ ബുഷായിട്ട് വളർന്നു കഴിയുമ്പോൾ നമ്മളിതിനെ ഒന്ന് അടർത്തി ഒന്ന് മാറ്റി ഇടയ്ക്കൊന്ന് പോട്ടി മിക്സും കൂടെ ഒക്കെ ഒന്ന് മാറ്റി ഇച്ചിരി കുറച്ച് നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലെ അടർത്തി മാറ്റി പല ചട്ടികളിൽ വെച്ച് വളർത്തുവാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ആകും നമ്മുടെ വീട്ടിലെ. കണ്ടില്ലേ? അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കണ്ടോ, ഒരു ഭരണിയിൽ വെള്ളം ഒഴിച്ചിട്ട് അടുത്തൊരു പോട്ട് അതിൽ മണ്ണിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ടോ നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ചും വളർത്താമേ. ഈ ചൂടായതുകൊണ്ട് നമ്മുടെ പ്ലാന്റ് ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറായിട്ടോ സെമി ഇൻഡോറായിട്ടൊക്കെ വളർത്തുമ്പോൾ ഇതുപോലെ നമുക്ക് ടീപ്പോയിലൊക്കെ വയ്ക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഗ്ലാസ് ബൗളിനകത്ത് പിന്നെ ചെറിയൊരു പോട്ട് വെച്ചിട്ട് അതിൽ നമുക്ക് വയ്ക്കാം വെള്ളത്തിലെ.